എത്തിക്കൽ ഹൊറൈസൺസ് എന്ന് പറഞ്ഞിട്ടുള്ള തേർഡ് മൊഡ്യൂളിലെ ഫൈനൽ ചാപ്റ്റർ ആണ് ത്രീ കാർട്ടൂൺസ്. പേര് പറയുന്ന പോലെ മൂന്ന് കാർട്ടൂൺ, സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് കാർട്ടൂണിന്റെ ഡിസ്കഷൻസ് ആണ്. സോ ഫസ്റ്റ് കാർട്ടൂൺ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദിസ് വൺ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലെന്താ പറയാ, ഷോ വി ആർ ഗെറ്റിംഗ് കിൽഡ് ബൈ ബാഡ് കസ്റ്റമർ റിവ്യൂസ് ഓൺലൈൻ. ഐ നീഡ് യു ടു പ്രിറ്റൻഡ് യു ആർ സെവറൽ ഡിഫറെന്റ് കസ്റ്റമേഴ്സ് ആൻഡ് റൈറ്റ് എ പോസിറ്റീവ് റിവ്യൂ. അപ്പൊ ഒരു ബോസ് എന്ത് ചെയ്യാണ്, തന്റെ എംപ്ലോയിനോട് പറയാണ്, നീ ഒരു കസ്റ്റമറാന്ന് കരുതി പിന്നെ പ്രിറ്റൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പോസിറ്റീവ് റിവ്യൂ കൊടുക്കാൻ. ഇത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള കാര്യം. സോ ദിസ് കാർട്ടൂൺ ഈസ് ക്രിയേറ്റഡ് ബൈ സ്കോട്ട് ആഡംസ്. സ്കോട്ട് ആഡംസ് എന്ന പേഴ്സൺ ആണ് ഈ കാർട്ടൂൺ ഉണ്ടായിട്ടുള്ളത്. സോ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ തീം എന്താണ്, അതിൽ ഒരു ബോസ് തന്റെ എംപ്ലോയിനോട് പറയാണ്, നമുക്ക് ഒരുപാട് നെഗറ്റീവ് റിവ്യൂ വരുന്നുണ്ട്, അതുകൊണ്ട് നീ എന്ത് ചെയ്യുക, ഫേക്ക് കസ്റ്റമർ ആയിട്ട് പ്രിറ്റൻഡ് ചെയ്തിട്ട് പോസിറ്റീവ് റിവ്യൂസ് കൊടുക്കുക. അതേസമയം വേറൊന്നും കൂടെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്താണ്, നമ്മുടെ കോമ്പറ്റീറ്റീവ്സ് ഉണ്ടാവില്ല, നമ്മളെ എതിരാളികൾക്ക് അവരുടെ പ്രൊഡക്ട്സിന്റെ മേൽ എന്ത് കൊടുക്കുക, നെഗറ്റീവ് റിവ്യൂ കൊടുക്കുക എന്നുള്ളത്. ഇത് സാധാരണയായിട്ട് ഇപ്പം ഈയിടെയായിട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള ഫേക്ക് റിവ്യൂസ് ഒക്കെ കൂടി വരുന്നിട്ടുള്ള കാലമാണ്. അപ്പം ഇത് എന്താ ചെയ്യുക എന്നുള്ളത് നോക്കാം. പോളിസീസ് ആൻഡ് ഡിസിഷൻസ് ഇൻ ഹൈലി കോമ്പറ്റേറ്റീവ് കോർപ്പറേറ്റ് വേൾഡ് ഇസ് ഗൈഡഡ് ബൈ പ്രോഫിറ്റ് മോട്ടീവ്, നോട്ട് ബൈ എത്തിക്സ് ഓർ ലോഫുൾ പ്രാക്ടീസ്. ഇതിപ്പം ഇവർ ഈ ചെയ്യുന്ന പരിപാടി നോക്കുകയാണെങ്കിൽ ഫേക്ക് റിവ്യൂസ്, അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കൊടുക്കുന്നതിലൂടെ കമ്പനിയുടെ ഇമേജ് ചേഞ്ച് ചെയ്യാനും അതിലൂടെ പ്രോഫിറ്റ്, ലാഭം കൊയ്യാനാണ് നോക്കുന്നത്. ഇത് ഇവിടെ ഇവര് എന്ത് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം മാത്രമേ ശ്രദ്ധിക്കുന്നു. ആ പ്രോഫിറ്റ് നേടാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത് നിയമപരമല്ലാത്ത എന്താണ് മീൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നൗ ദ സെക്കൻഡ് കാർട്ടൂൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ ബൈ ക്രിയേറ്റഡ് ബൈ സ്കോട്ട് ആഡംസ്. സ്കോട്ട് ആഡംസ് എന്ന് പറഞ്ഞിട്ടുള്ള കാർട്ടൂണിസ്റ്റ് തന്നെയാണ് ഇതും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലെന്താണ്, മാർട്ടിൻ ഐ ഡിസ്കവേർഡ് എ ഡെഡ്ലി സേഫ്റ്റി ഫ്ലോ ഇൻ അവർ പ്രോഡക്റ്റ്, ഹൂ ഷുഡ് ഐ ഇൻഫോം. സോ ഒരു എംപ്ലോയി പറയാണ്, ഞാൻ നമ്മുടെ പ്രോഡക്റ്റിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സേഫ്ലി, അതായത് വളരെ പ്രശ്നമുള്ള ഡെഡ്ലി ആയിട്ടുള്ള ഒരു ഫ്ലോ ഉണ്ട്, അപ്പൊ അത് ഞാൻ ആരോടെ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നോ വൺ, സ്റ്റോക്ക് വുഡ് പ്ലഞ്ച് ആൻഡ് വി ഹാവ് മാസീവ് ലേ ഓഫ്സ്, യുവർ കരിയർ വുഡ് ബി റൂയിൻഡ്. അതായത് നീ ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ രജിസ്റ്റേർഡ് ആയിരിക്കുമല്ലോ അധിക കമ്പനീസും, അപ്പൊ സ്റ്റോക്ക് താണു പോവാനും അത് എന്തിൽ റിസൾട്ട് ചെയ്യാൻ, ജോലി പോകും. അതായത് ലാഭമില്ലാത്ത കമ്പനികൾ നമ്മളിപ്പോൾ കാണുന്നത്, ചില കമ്പനീസിനൊക്കെ ആളുകളെ പിരിച്ചുവിടുക അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് അവരെ ജോലി ഇല്ലാതെ നിൽക്കുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പം അതുണ്ടാവും. അങ്ങനെ വന്നാൽ നിന്റെ കരിയറിനെ തന്നെ അത് ബാധിക്കുക. അതുകൊണ്ട് ആരോടും റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത് ഈ കൊളീഗ് അയാൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ബട്ട് മൈ നെഗ്ലിജൻസ് കുഡ് കോസ് ദ ഡെത്ത്സ് ഓഫ് ഡസൻസ് ഓഫ് കസ്റ്റമർ, ദ ഫസ്റ്റ് ഡസൻ ഇസ് ഓൾവേസ് ദ ഹാർഡസ്റ്റ്. പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഒരുപാട് ആൾക്കാരുടെ മരണത്തിനടക്കം ഇടയാക്കും എന്ന് പറയുമ്പോഴും ഈ കൊളീഗ് എന്താണ് പറയുന്നത്, കൂടെ ജോലി ചെയ്യുന്ന ആൾ എന്താണ് പറയുന്നത്, ആദ്യത്തെ ഒരു 10-12 പേരുടെ അത് അത്രയ്ക്ക് വിഷമം ഉണ്ടാക്കും, പിന്നെ അത് ശീലമായി കൂടും എന്നുള്ള രീതിയിലുള്ള റെസ്പോൺസ് ആണ് കൊടുക്കുന്നത്. സോ ഇവിടെ മൊത്തത്തിൽ പറഞ്ഞ തീം എന്താണ്, ഡെലിബറേറ്റ്ലി ഇഗ്നോറിംഗ് ക്രിട്ടിക്കൽ സേഫ്റ്റി ഫ്ലോ ഇൻ ദ പ്രോഡക്റ്റ് ജസ്റ്റ് ടു സേവ് ദെയർ ജോബ് ആൻഡ് ക്രിയേറ്റ് പ്രോഫിറ്റ് ഫോർ ദ കമ്പനി. അതായത് തങ്ങളുടെ പ്രൊഡക്റ്റിൽ ഒരു വലിയ പെശക് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും അതിനെ മറയ്ക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, തന്റെ ജോലി സേവ് ചെയ്യാനും അതേപോലെ തന്നെ എന്തിനും, കമ്പനിയുടെ ലാഭത്തിനും വേണ്ടിയിട്ട്. തേർഡ് കാർട്ടൂൺ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ക്രിയേറ്റഡ് ബൈ ബില്ലി വാട്ടർസൺ. ഇത് കാൽവിൻ ആൻഡ് ഹോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമിക്സിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇവിടെ എന്തുണ്ട്, കാൽവിൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, അതേപോലെ തന്നെ ഒരു ടൈഗറും ഉണ്ട്. സോ കാൽവിൻ എന്താ പറയുന്നത്, അവൻ ഇഷ്ടമുള്ളത് പോലെ ചെയ്യാൻ, അതായത് അത് ആരെതിർത്താലും ഞാൻ എനിക്ക് തോന്നിയ പോലെ ചെയ്യും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക് കാൽവിൻ ഉള്ളത്. ആൻഡ് ഇവൻച്വലി ടൈഗർ ചോദിക്കുകയാണ്, നിനക്ക് എതിരായിട്ട് ഞാൻ എത്തിക്സിലൊന്നും ബിലീവ് ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കുമെന്ന് കാൽവിൻ പറയുമ്പോഴും ടൈഗർ അന്നേരം ചോദിക്കുകയാണ്, ഇറ്റ്സ് എ ഡോഗ് ഈറ്റ് ഡോഗ് വേൾഡ്, സോ ഐ ഡു വാട്ട് എവർ ഐ ഹാവ് ടു ആൻഡ് ലെറ്റ് അതേഴ്സ് ആർഗ്യൂ അബൌട്ട് വെദർ ഇറ്റ്സ് റൈറ്റ് ഓർ നോട്ട്. അതായത് കാൽവിൻ പറയാണ്, ഇത് ഡോഗ് ഈറ്റ് ഡോഗ് വേൾഡ് ആണ്. ഈ ഒരു ഫ്രേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡോഗ് ഈറ്റ് ഡോഗ് വേൾഡ് എന്ന് വെച്ചാൽ മനുഷ്യനെ തിന്നുന്ന സമയമെന്ന് പറയൂലേ, അതേപോലെ തന്നെ നമുക്ക് തോന്നിയതുപോലെ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു വേൾഡ് എന്നുള്ളതാണ് എന്തിന്റെ അർത്ഥം, ഡോഗ് ഈറ്റ് ഡോഗ് വേൾഡ് എന്നുള്ളതിന്റെ അർത്ഥം. അതിൽ ഞാൻ എനിക്ക് തോന്നിയ പോലെ ചെയ്യും, ഞാൻ എത്തിക്സിനെ ഒന്നും നോക്കില്ല എന്നാണ് ആര് പറയുന്നത്, ഈ ചെറിയ കുട്ടിയായിട്ടുള്ള കാൽവിൻ പറയുന്നത്. അപ്പൊ എന്താണ്, ടൈഗർ അതിനെ എതിർക്കുകയാണ്, അവനെ ഉന്തിയിടുകയാണ്, തള്ളിയിടുകയാണ്. അപ്പം
കാൽവിൻ ചോദിക്കും, നീ എന്താ അങ്ങനെ ചെയ്തേ, എന്നെ എന്തിനാ തള്ളിയിട്ടത് എന്നുള്ള, വൈ ഡിഡ് യു ഡു ദാറ്റ് ചോദിക്കും. യു വർ ഇൻ മൈ വേ, നൗ യു ആർ നോട്ട്. നീ എന്നെ വഴിയിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ തള്ളിയിട്ടു എന്നുള്ള രീതിയിൽ. ഐ ഡിഡ്ന്റ് മീൻ ഫോർ എവ്രി വൺ, യു ഡോണ്ട് ജസ്റ്റ് മീ. എല്ലാവർക്കും തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല, എനിക്ക് മാത്രമേ തോന്നിയ പോലെ ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതി. സോ അവിടെ എന്താണ്, ഒരു സെൽഫിഷ് നേച്ചറാണ് പുറത്തു വരുന്നത്. സോ ദിസ് തേർഡ് കാർട്ടൂണിന്റെ മെയിൻ തീം എന്താണെന്ന് ചോദിച്ചാൽ, വി ലിവ് ഇൻ എ ഡോഗ് ഈറ്റ് ഡോഗ് വേൾഡ് വേർ ആക്ഷൻസ് ഓഫ് പീപ്പിൾ ആർ ഗൈഡഡ് ബൈ പുവർ സെൽഫിഷ് മോട്ടീവ്സ്. ആളുകൾ സ്വന്തം സെൽഫിഷ് റീസണിന് വേണ്ടിയിട്ട് ആരെയും എന്ത് വഴി ഉപയോഗിച്ചാലും മറ്റുള്ള ആൾക്കാരെ എതിർക്കാനും അല്ലെങ്കിൽ അവരുടെ മേലെ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഒരു എന്താ പറയാ, ഒരു നിയമങ്ങളില്ലാത്ത വേൾഡിനെയാണെന്ന് പറയാം ഡോഗ് ഈറ്റ് ഡോഗ് വേൾഡ് എന്ന് പറയുന്നത്. ഇനി കോൺസിക്വൻസസ് ഓഫ് അൺഎത്തിക്കൽ പ്രാക്ടീസസ്. ഇതിപ്പോ നമ്മൾ ആദ്യത്തെ രണ്ട് കാർട്ടൂണിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഈ കോർപ്പറേറ്റ് വേൾഡ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ അവർ എന്ത് ചെയ്യുന്നില്ല, എത്തിക്സ് മാറ്റർ ചെയ്യുന്നില്ല. അവരുടെ കമ്പനിയുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് നെഗറ്റീവ് റിവ്യൂ എഴുതുന്നതാണെങ്കിലും അതേപോലെ തന്നെ എന്താണ്, ഒരു ക്രിട്ടിക്കൽ സേഫ്റ്റി ഫ്ലോ മറച്ചു വെക്കുന്നതാണെങ്കിലും അത് കാരണം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ സംഭവിക്കുക എന്നാണ് നോക്കുന്നത്. Such corporate dishonesty, defaming competitors, manipulating public perception, profoundly damages companies' reputation and consumer trust by signaling a fundamental lack of integrity. സോ ഇതിൽ ഫേക്ക് റിവ്യൂസ് എഴുതിയിട്ടുള്ള ഒരു കമ്പനിയുടെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. അപ്പം ഇവരിങ്ങനെ ചെയ്തു എന്ന് പുറത്തറിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവരുടെ റെപ്യൂട്ടേഷൻ, കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ഡാമേജിലാവും. അതേപോലെ തന്നെ എന്താവും, പിന്നെ കസ്റ്റമേഴ്സ് അവരെ വിശ്വസിക്കാൻ എന്താവില്ല, തയ്യാറാവില്ല. നെക്സ്റ്റ്, വെൻ എക്സ്പോസ് ദീസ് ആക്ഷൻസ് ലീഡ് ടു ബ്രീച്ച് ഓഫ് കൺസ്യൂമർ ട്രസ്റ്റ്, സെവറിംഗ്, കോസിംഗ് സിവിയർ ലോസ് ഓഫ് ക്രെഡിബിലിറ്റി ആൻഡ് ബ്രാൻഡ്. അതായത് ഈ ബ്രാൻഡിനുള്ള വിശ്വാസ്യത തന്നെ തകരുന്നു. ആൻഡ് അത് എന്തിലേക്ക് നയിക്കാം, റെഡ്യൂസ്ഡ് സെയിൽസ്, കൺസ്യൂമർ ബോയ്കോട്ട്സ് ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ അക്വയറിംഗ് ന്യൂ കസ്റ്റമേഴ്സ്. അപ്പൊ ഇങ്ങനെ ഒരു ബാഡ് റെപ്യൂട്ടേഷൻ ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ പിന്നെ അവരുടെ പ്രൊഡക്ട്സ് വാങ്ങാൻ ആര് തയ്യാറാവില്ല, കസ്റ്റമേഴ്സ് തയ്യാറാവില്ല. അതും ആരെ ബാധിക്കും, കമ്പനീനെ ബാധിക്കും. ഇത് മാത്രമല്ലാതെ ലോഫുൾ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ലോ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവും. എത്തിക്കൽ പ്രാക്ടീസ് എന്ന് വെച്ചാൽ ആളുകളെ പറ്റിക്കുക അല്ലെങ്കിൽ ഒരു ഡെഡ്ലി ഫ്ലോ അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കുക, ഇതൊക്കെ എന്തിനും കാരണമാകും, ലീഗൽ ആക്ഷൻസിനും കാരണം. ഇനി അൺഎത്തിക്കലായിട്ട് നോക്കാതെ എത്തിക്കലായിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. അങ്ങനെ എത്തിക്കൽ കണ്ടക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ് ഈസ് ദ ഓൺലി ഫൗണ്ടേഷൻ ഫോർ ലോങ് ടേം സസ്റ്റൈനബിൾ പ്രോഫിറ്റബിലിറ്റി. കുറെ കാലത്തേക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ്സോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് വേൾഡിലുള്ള എന്താണെങ്കിൽ അത് ധാർമ്മികതയോടെ എത്തിക്കലായിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കൺസ്യൂമർ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനി കുറെ കാലം നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. ഓക്കെ, അത് കാരണം എന്തും ഉണ്ടാവും, റവന്യൂ ഗ്രോത്ത്, അവർക്ക് ലാഭം കിട്ടുകയും ചെയ്യും. ഇതെന്താണ്, എല്ലാത്തിലും ഉപരി ഒരു മൊറാലിറ്റി റിലേറ്റഡ് ഇഷ്യൂ എന്നുള്ളതിനേക്കാളും എന്താണ്, ഇതൊരു നല്ല ബിസിനസ് സ്ട്രാറ്റജി കൂടെയാണ്. ഇനി കോൺസിക്വൻസസ് ഓഫ് എ ഡോഗ് ഈറ്റ് ഡോഗ് വേൾഡ്. ഇനി എന്താണ് ഈ ഡോഗ് ഈറ്റ് ഡോഗ് വേൾഡ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഓർ എൻവയോൺമെന്റ് ദാറ്റ് ഇസ് ഫിയർസ്ലി കോമ്പറ്റീറ്റീവ് ആൻഡ് റൂത്ത്ലെസ്. വളരെയധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു ലോകത്തിനെ അല്ലെ സൊസൈറ്റീനെ ആണ് എന്താ നമുക്ക് പറയാ, ഡോഗ് ഈറ്റ് ഡോഗ് വേൾഡ്. It suggests that people are willing to step over, betray and even hurt others to achieve their own success, gain or survive. അതായത് സ്വന്തം ലാഭത്തിന് വേണ്ടി, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മറ്റുള്ളവർക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, ഞാൻ മാത്രം ജയിക്കണം അല്ലെങ്കിൽ ഞാൻ മാത്രം നിലനിൽക്കണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു സമൂഹത്തിനെയാണ് എന്ത് പറയാം, ഡോഗ് ഈറ്റ് ഡോഗ് വേൾഡ് എന്ന് പറയും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ലോകം എന്ത് ചെയ്യില്ല, അധികകാലം നിലനിൽക്കില്ല. നമ്മളിപ്പോ കോമ്പറ്റീഷൻ നല്ലതാണ്. ഇപ്പം ഒരാൾക്ക് എന്താ പറയാ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അവരെക്കാളും കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ട് മുന്നേറുക എന്നുള്ളത് എന്താണ്, എപ്പോഴും നല്ലതാണ്. പക്ഷെ അവരെ പഠിക്കാൻ സമ്മതിക്കാതെ അല്ലെങ്കിൽ അവരെ മാർക്ക് കുറയ്ക്കാൻ വേണ്ടി അവരെ ഡാമേജ് ചെയ്യുന്ന രീതിയിൽ ആക്ഷൻസ് എടുക്കുകയാണെങ്കിൽ എന്താണ്, അത് മോശമാണ്. ഓക്കെ, സോ ഹെൽത്തി കോമ്പറ്റീഷൻ ഇസ് ഗുഡ് തിങ്, ബട്ട് കോമ്പറ്റിങ് ഇൻ ഡിസ്ട്രക്റ്റീവ് വേസ്, അതായത് ഫോർ എക്സാമ്പിൾ വയലൻസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ മോഷ്ടിക്കുക ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, അതൊരു നെഗറ്റീവ് ഇമേജ് ആണ് കൊടുക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ലോകം ഉണ്ടായാൽ തന്നെ അത് ഇവഞ്ച്വലി ഉണ്ടാവും, നശിച്ചു പോകും. കാരണം എന്താണ്, നോർമൽ ഹ്യൂമൻ ലൈഫ് എപ്പോൾ മാത്രമാണ് പോസിബിൾ ആവുക, നമ്മൾ പരസ്പരം വിശ്വാസ്യതയോടെയും അതേപോലെ തന്നെ പരസ്പരം സഹായിച്ചിട്ട് ഒരു മൂല്യബോധത്തോടുകൂടി മുന്നേറുമ്പോൾ മാത്രമേ ഒരു സൊസൈറ്റി
നല്ല രീതിയിൽ പോകും. സോ ഡോഗ് ഈറ്റ് ഡോഗ് വേൾഡ് ആദ്യമൊക്കെ ചിലപ്പോൾ സക്സസ്ഫുൾ ആയിരിക്കും, പക്ഷെ ഇവഞ്ച്വലി എന്താവും, അത് നശിച്ചു പോകും എന്നുള്ളതാണ് പറയുന്നത്.